ഗുഡ് മോർണിംഗ്. ഹരിശ്രീ ലേണിംഗ് ഈസ് ഫണ്ണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ആവറേജ് എന്നുള്ളത്. ഇത് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും പിന്നെ ബാങ്ക് എക്സാം അല്ലെങ്കിൽ PSC എക്സാം ഇതിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ആവറേജ് എന്നുള്ളത്. അപ്പോൾ ഈ ആവറേജിലുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ പറയാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The average of 99 items is 27. If 3 is added to each number of the series, the new average is. അപ്പോൾ എത്രയാണ് 99 ഐറ്റംസിൻ്റെ ആവറേജ് നമുക്ക് തന്നിട്ടുണ്ട് 27 ആണെന്ന്. ഇനി ഈ 99 എണ്ണത്തിന് 3 ആഡ് ചെയ്തു. 99 എണ്ണത്തിനും 3 വീതം ആഡ് ചെയ്തു. ഓരോന്നിനും 3 വീതം ആഡ് ചെയ്തു. അങ്ങനെ 99 എണ്ണത്തിനും കൊടുത്തു. അപ്പോൾ ആവറേജിൽ എന്ത് മാറ്റം വരും? അപ്പോൾ നമുക്ക് ആവറേജ് എന്ത് വരും? 27 + 3 എന്നുള്ളതാണ് ആൻസറായിട്ട് വരിക. അത് 30 എന്നുള്ളതാണ്. അപ്പോൾ ഇനി ആഡ് ചെയ്യല, സബ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്തതെന്ന് വിചാരിക്കൂ. ഈച്ച് ടേം സബ്ട്രാക്റ്റഡ് ബൈ എ കോൺസ്റ്റൻ്റ് ആണ് വെച്ചെങ്കിൽ അപ്പോൾ നമുക്ക് ന്യൂ ആവറേജ് എന്താ ചെയ്യുക? ഓൾഡ് ആവറേജ് മൈനസ് കോൺസ്റ്റൻറ്റ്. എത്രയാണ് നമ്മൾ ഓരോന്നിനും സബ്ട്രാക്ട് ചെയ്തത് അത് മൈനസ് ചെയ്യണം. അപ്പോൾ ന്യൂ ആവറേജ് കിട്ടും. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ആണ് ചെയ്തത് എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. The average of 18 numbers is 24. If each item of the series is multiplied by 3, the new average is. എത്രയാണ് പറഞ്ഞത്? 18 നമ്പേഴ്സിൻ്റെ ആവറേജ് നമുക്ക് തന്നിട്ടുണ്ട് 24 ആണെന്ന്. ഓരോന്നിനും 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ ന്യൂ ആവറേജ് എന്ത് വരും? ന്യൂ ആവറേജ് എന്ന് പറയുന്നത് ഓൾഡ് ആവറേജ് ഇൻറ്റു ഏതാണോ കോൺസ്റ്റൻ്റ് മൾട്ടിപ്ലൈ ചെയ്തത് അത് ചെയ്യുക. അതായത് ഇവിടെ 3 ആണ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ 24 × 3 ഇത് എത്ര വരിക? 72 എന്നുള്ളതാണ് ആൻസറായിട്ട് വരിക. ഇനി നമുക്ക് ഇത് ഡിവൈഡ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ന്യൂ ആവറേജ് കിട്ടാൻ വേണ്ടി ഓൾഡ് ആവറേജ് ഡിവൈഡഡ് ബൈ എത്രയാണോ ഏത് കോൺസ്റ്റൻ്റ് ആണോ ഓരോന്നിനും ഡിവൈഡ് ചെയ്തത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Average of first 5 odd multiples of 3 is. എങ്ങനെയാണ് ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് 3 കാണുക? അതായത് ഫസ്റ്റ് മൾട്ടിപ്പിൾ 1 × 3, ഇനി 3 × 3 അല്ലേ, പിന്നെ 3 × 5 ഓഡ് വേണം. അതുകൊണ്ടാണ് 1 എടുത്തു, 3 എടുത്തു, പിന്നെ 5 എടുത്തു, പിന്നെ എന്താണ് 7 എടുത്തു. 3 × 7. അപ്പോൾ ഇതെന്താ വരിക? ഇതിൻ്റെ സമ്മ എന്താ വരിക? 3 × 1 + 3 + 5 + 7. ഇനി ഒരെണ്ണം കൂടി വേണം. 3 × 9. 5 എണ്ണം എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 4 ആയുള്ളൂ. അപ്പോൾ 5 ആവാൻ 3 × 9 കൂടി എടുത്തു. അപ്പോൾ 9. ഇത് എത്രയാണ് വരിക? സം എന്ന് പറയുന്നത് 3 ഇത് എത്ര വരിക? 7 + 3 10 16 25. 3 × 25 എന്ന് വന്നു. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? ആവറേജ് ആണ് കാണേണ്ടത്. ആവറേജ് എന്ന് പറഞ്ഞിട്ട് വെച്ചെങ്കിൽ ടോട്ടൽ ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഉണ്ടോ അത് അല്ലേ. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 7. അപ്പോൾ 3 × 25 ഡിവൈഡഡ് ബൈ എത്ര എണ്ണമാണ്? 5 ആണ് പറഞ്ഞേക്കുന്നത്. 5 ഓഡ് മൾട്ടിപ്പിൾസ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 5. അപ്പോൾ ഇത് എത്രയാണ് വരിക? 15 എന്നുള്ളതാണ് ആൻസറായിട്ട് വരിക. പക്ഷെ നമുക്ക് ക്വിക്കായിട്ട് 1 സെക്കൻഡിൽ നമുക്ക് ആൻസർ കിട്ടും. എങ്ങനെയാണ്? ഇത് ഒരു സീരീസ് ആണ് അല്ലേ. 3 9 15 21 എന്ന് പറയുന്നത് ഒരു 3 9 15 21 27 ഇതൊരു സീരീസ് ആണ് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ മിഡ് ടേം ആണ് നമുക്ക് ആവറേജ് ആയിട്ട് വരിക. അപ്പോൾ ആവറേജ് എങ്ങനെയാണ് എഴുതുക? മിഡ് ടേം എങ്ങനെയാണ് കാണുക? n എത്രയാണ്? ഇതിൽ 5 ആണ്. അപ്പോൾ ഓടാണ്. 5 എന്ന് പറയുന്നത് ഓടാണ്. അപ്പോൾ എങ്ങനെയാണ് മിഡ് ടേം കാണുക? 5 + 1 ഡിവൈഡഡ് ബൈ 2th ടേം ആണ് വരിക. 2th ടേം.
അതായത് 6/2 ടേം, അതായത് തേർഡ് ടേം അല്ലേ. തേർഡ് ടേം എന്ന് പറയുന്നത് എത്രയാണ് വരിക? ഇതിൽ 15 ആണ് വരിക. അപ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Out of 3 numbers, first number is twice of the second and thrice of the third number. If average of the 3 numbers is 550, what is the smallest number? അപ്പോൾ നമുക്ക് നമ്പേഴ്സ് എങ്ങനെ എടുക്കാം? അതായത് ഫസ്റ്റ് നമ്പർ ഈസ് ട്വൈസ് ദ സെക്കൻഡ് നമ്പർ. അപ്പോൾ സെക്കൻഡ് നമ്പർ ഒരു 3x എടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ ഫസ്റ്റ് നമ്പർ എത്ര വരും? 6x വരും. അപ്പം തേർഡ് നമ്പർ എന്ത് വരണം? 2x വരണം അല്ലേ. 6x 3x 2x. അപ്പം ഇതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് എത്ര വരും? 11x എന്ന് വരും അല്ലേ സമ്മ്. അത് ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ടോ അത് എന്ന് പറയുന്നതാണ് ആവറേജ് അല്ലേ. അപ്പോൾ 11x/3 എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 550 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് എന്താണ് വരിക? 550 × 3/11. ഇത് എത്ര വരും? 150 എന്ന് വരും. അപ്പം നമുക്ക് എന്താ തന്നിരിക്കണേ? വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്മോളസ്റ്റ് നമ്പർ ഇതിൽ ഏതാണ് വരിക? ഇപ്പം നമ്മൾ എക്സ് ആണ് കണ്ടുപിടിച്ചത്, പക്ഷേ സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 2x ആണ്. 2x എന്ന് പറയുന്നത് അപ്പോൾ എന്ത് വരും? 2 × 150 = 300 ആണ് അപ്പോൾ നമ്മുടെ സ്മോളസ്റ്റ് നമ്പർ. പക്ഷേ ഈ എക്സ് കണ്ടുപിടിച്ചതോടുകൂടി 150 എന്നുള്ളത് ഇവിടെ ആൻസർ ഉണ്ട്. പക്ഷെ നിങ്ങൾ അത് എഴുതാൻ പാടില്ല. കാരണം നമുക്ക് സ്മോളസ്റ്റ് നമ്പർ നമ്മൾ എടുത്തിരിക്കുന്നത് ഏതാണ്? 2x എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ 2x നമ്മൾ കാണണം, എന്നിട്ടാണ് നമ്മൾ ആൻസറിലേക്ക് പോകാൻ പാടുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If average of 5 observations is 46 and that of 5 other observations is 50, find the average of all the 10 observations. നോക്കൂ, പകുതിയാണ്. പകുതി ഇത്ര ആവറേജും പകുതി വേറെ പകുതി ഇത്ര ആവറേജും എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ നമുക്ക് ടോട്ടലായിട്ട് എത്ര ആവറേജ് ഉണ്ടെന്ന് കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ പകുതി ആവറേജ് പിന്നത്തെ പകുതി ആവറേജ് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് വരും? 6 9 96 ഡിവൈഡഡ് ബൈ 2 എത്രയാണ് വരിക? 48 എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെ പകുതി എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇത് ചെയ്താൽ മതി. ഇനി വേറൊരു തരത്തിൽ ചോദിക്കാം, അത് നോക്കാം നമുക്ക്. Average of n observations is 35. Average of n other observations is 37. And the average of remaining n observations is 42. അപ്പോൾ എത്ര n ഉണ്ട്? 3n ഉണ്ട് അല്ലേ. അപ്പോൾ ആവറേജ് ഓഫ് ഓൾ ദ ഒബ്സർവേഷൻസ് എങ്ങനെയാണ് കാണുക? അതായത് നമ്മളിപ്പോൾ കാണുമ്പോൾ ഈ n ഒബ്സർവേഷൻസിനെ കണ്ടിട്ടില്ലേ? 35 + 37 + 42 ഡിവൈഡഡ് ബൈ എത്ര n പറഞ്ഞു? 3n പറഞ്ഞു. അപ്പോൾ ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ മതി. അപ്പോൾ ആവറേജ് ഓഫ് ഓൾ ഒബ്സർവേഷൻസ് കിട്ടും. അപ്പോൾ നമുക്ക് എന്താ വരിക ഇവിടെ? 5 + 3 8 11/3. അപ്പോൾ 38 എന്നുള്ളതാണ് ആവറേജ് ഓഫ് ഓൾ ഒബ്സർവേഷൻ. അപ്പോൾ രണ്ട് ഒബ്സർവേഷൻസ് ആണ് നമ്മൾ പകുതിയായിട്ട് തന്നിരിക്കുന്നത് വെച്ചെങ്കിൽ ഡിവൈഡഡ് ബൈ 2 ചെയ്തു. 3 ഒബ്സർവേഷൻസ് ഒരേപോലെ ഡിവൈഡ് ചെയ്ത 3 ഒബ്സർവേഷൻ ആണ്. ഇതിൽ ഓരോന്നിലും n തന്നെ ആവണം എങ്കിൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കിപ്പോൾ 10 ഒബ്സർവേഷൻ്റെ ഇത് പിന്നെ 12 ഒബ്സർവേഷൻ അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 10 ഒബ്സർവേഷൻ അതായത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻസിൻ്റെ ആണ് തന്നിരിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 year ago, the population of a town was
12,000. In 1 year, male population is increased by 8% and female population by 6%. But the total population is increased by 7%. What was the size of the population 1 year ago? അപ്പോൾ നമുക്ക് എന്താണ് ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത്? ടോട്ടൽ പോപ്പുലേഷൻ ഇൻക്രീസ് അല്ലേ? ടോട്ടൽ പോപ്പുലേഷൻ ഇൻക്രീസ് എന്ന് പറയുന്നത് എത്രയാണ്? എത്ര പെർസെൻറ്റേജ് ആണെന്ന് പറഞ്ഞ്? 7% ആണെന്ന് പറഞ്ഞു. ഇതെന്ന് പറയുന്നത് എത്രയാണ്? ആവറേജ് ഓഫ് മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും അല്ലേ? നോക്കൂ, മെയിൽ പോപ്പുലേഷൻ ആൻഡ് ഫീമെയിൽ പോപ്പുലേഷൻ. അതായത് ഒരെണ്ണത്തിന് 8ഉം ഒരെണ്ണത്തിന് 6ഉം പറഞ്ഞിട്ടുണ്ട്. 8 + 6 എത്രയാണ്? 14. 14 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 7%. അപ്പോൾ നമുക്ക് മെയിൽ പോപ്പുലേഷൻ എന്ത് വരും? മെയിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഈ 2 പോപ്പുലേഷൻ എന്ന് പറയുന്നത് 12,000 × 1/2. അപ്പോൾ എത്രയാണ് വരിക? 6,000 എന്നുള്ളതാണ് ആൻസർ വരിക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Sum of 3 consecutive even numbers is 32 more than the average of the numbers. Find the middle number in the series. ഇതിൽ നമുക്ക് മിഡിൽ ടേം എന്തായി എടുക്കാം? x ആയി എടുക്കാം. അപ്പോൾ ഇവിടെ x-1ഉം ഇവിടെ x+1ഉം ആണ് വെച്ചെങ്കിൽ നമുക്ക് എന്താണ് സം എന്ന് പറയുന്നത് എത്രയാണ്? 3x അല്ലേ? ഇനി എന്താ പറഞ്ഞ? സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഈസ് 32 മോർ ദാൻ ദ ആവറേജ്. ആവറേജ് എന്താ വരിക? മിഡിൽ ടേം ആണ് വരിക അല്ലേ? മിഡിൽ ടേം ആണ് ആവറേജ് ആയിട്ട് വരിക. അപ്പോൾ 32 മോർ ദാൻ ദ മിഡിൽ ടേം, 32 + x. അപ്പോൾ നമുക്ക് ഇനി എന്താണ്? 2x = 32 എന്ന് വന്നു. അപ്പോൾ x എന്താണ് വരിക? 32 ഡിവൈഡഡ് ബൈ 2 = 16 എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ ഇങ്ങനെ 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ x-1 x+1 ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുക്കണേ? അപ്പോൾ ഈ -1ഉം +1ഉം ക്യാൻസൽ ചെയ്ത് പോവും സമ്മ് എടുക്കുമ്പോൾ. അപ്പോൾ സമ്മ് എന്ന് പറയുമ്പോൾ 3x എന്ന് മാത്രമേ വരുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആയിട്ട് എടുക്കണം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The average monthly income of A and B is 5,500. Average monthly income of B and C is 4,500. And the average monthly income of A and C is rupees 4,000. What is the monthly income of B? ഇങ്ങനെയാണ് കാണാം. A + B തന്നിട്ടുണ്ട് ആവറേജ് ഇൻകം. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? B + C തന്നിട്ടുണ്ട്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? A + C തന്നിട്ടുണ്ട്. ആവറേജ് ഇൻകം ആണ് എല്ലാത്തിൻ്റെയും തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മന്ത്ലി ഇൻകം കാണുക? ഈ ആവറേജ് ഇൻകം A + B + B + C - A + C ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മന്ത്ലി ഇൻകം ഓഫ് B കിട്ടും. മന്ത്ലി ഇൻകം ഓഫ് B. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക? A + Bയുടെ എത്രയാണെന്ന് പറഞ്ഞു? 5,500 എന്ന് പറഞ്ഞു. +4,500 എന്ന് പറഞ്ഞു. -4,000 എന്ന് പറഞ്ഞു. അപ്പോൾ എത്രയാണ് വരിക? ഇവിടെ 4,500 എന്ന് 4,000 ആയാൽ 500 ഉണ്ട്. 5,500 കൂടെ 500 ചേർത്താൽ 6,000. അപ്പോൾ 6,000 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. ബാങ്ക് എക്സാമും SSC എക്സാമിനും ഒക്കെ ഉപകാരപ്പെട്ട കുറേ ക്ലാസ്സുകൾ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.